ദക്ഷിണേഷ്യയിൽ ചില തീവ്രവാദ ആശങ്കകൾ ഉയരുകയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ ഭീകര താവളങ്ങൾ ഭാഗികമായി മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റുകയാണ്. ഇതിന് കാരണം ഓപ്പറേഷൻ സിന്ദൂറാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവർ ഈ പരിപാടി ത്വരിതപ്പെടുത്തുകയാണ്. ബംഗ്ലാദേശിലേക്കും നേപ്പാളിലേക്കും ഒക്കെ തീവ്രവാദം വഴിതിരിച്ചു വിടുകയാണ്. അവിടെ പുതിയ പരിശീലന ക്യാമ്പുകൾ സ്ഥാപിക്കുന്നു, പുതിയ പാർപ്പിട സമുച്ചയങ്ങൾ വികസിപ്പിക്കുന്നു. ഇതൊക്കെ ഇന്ത്യ ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി, അതുപോലെ ഇന്ത്യ നേപ്പാൾ അതിർത്തി, ഇവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ അതിർത്തിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ ഉള്ളിലേക്ക് ബംഗ്ലാദേശിലേക്കും അതുപോലെ നേപ്പാളിലേക്കും ഉള്ളിൽ ആയി അവർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവയോട് ചേർന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞിടെ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ ചില വ്യക്തികളെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ ചിലർക്ക് ഈ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചില റിക്രൂട്ട്മെൻറ്റിനുള്ള നടപടികൾ നടക്കുന്നു, ചില റിക്രൂട്ട്മെൻറ്റ് ഇടനാഴികകൾ സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കാജനകമായ ഒരു സാഹചര്യം ആണ് ഇത്. ഇതിൽ ഒരു പ്രധാന കാര്യം തുർക്കിയുടെ ഇടപെടലാണ്. തുർക്കിയുടെ രഹസ്യ സാമ്പത്തിക സാങ്കേതിക പിന്തുണ ഈ പരിപാടികൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിരീക്ഷണം വർദ്ധിപ്പിക്കാനും അയൽ രാജ്യങ്ങളിലെ ചില പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും ഒക്കെ ഇന്ത്യ തയ്യാറാകേണ്ട ഒരു സാഹചര്യം വരികയാണ്. ഈ തീവ്രവാദത്തിന് പാകിസ്ഥാന് വിദേശ ധനസഹായം ലഭിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത് പരമാവധി പറ്റാവുന്ന രീതിയിലൊക്കെ ഇന്ത്യ പരിശോധിക്കുന്നുമുണ്ട്. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ നടത്തുന്ന കഠിന ശ്രമം ഇത് സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതുമാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ, അതുമൂലമുണ്ടായ നാശനഷ്ടങ്ങൾ, ഇതൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉയർത്തിയ ഒരു കാര്യമായിരുന്നു. പാകിസ്ഥാൻ ഭീകര ഗ്രിഡിൽ ഇത് വലിയ തോതിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കി. അവരാകെ ഭയന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ ജെയ്ഷെ മുഹമ്മദുമൊക്കെ ഇപ്പോൾ പുതിയ പദ്ധതികൾക്ക് തയ്യാറാവുകയാണ്. അവരുടെ സാന്നിധ്യം നേപ്പാളിലേക്ക് വികസിപ്പിക്കുകയാണ്. അൽ ഖയ്ദയും IS-ഉമായി ബന്ധപ്പെട്ടുള്ള മോഡ്യൂളുകളും ഒക്കെ ഇതിന് പിന്തുണ നൽകുന്നു എന്ന വിവരമാണ് വരുന്നത്. ബംഗ്ലാദേശിനെ കൂടുതൽ തീവ്രവാദവൽക്കരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ പദ്ധതി എന്നും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവിടെ റിക്രൂട്ട്മെൻറ്റിനും നെറ്റ്വർക്കിങ്ങിനുമൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, തീവ്രവാദ പ്രജനന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, ഇതൊക്കെയാണ് ഇപ്പോഴവർ ലക്ഷ്യം വയ്ക്കുന്നത്. പാകിസ്ഥാൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ബംഗ്ലാദേശിലേക്കും നേപ്പാളിലേക്കും നിരന്തരം കുടിയേറ്റം നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി നമുക്ക് ആശങ്കകൾ ഉയർത്തുകയാണ്. അപ്പോൾ ബംഗ്ലാദേശിനുള്ളിൽ സജീവമായി തുർക്കി ധനസഹായം നൽകുന്നു, അതുവഴി അവർക്ക് പണം ലഭിക്കുന്നു. അതിൻ്റെ ചാനലുകളൊക്കെ ഇപ്പോൾ ഇന്ത്യ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. പാകിസ്ഥാൻ തുടർച്ചയായി പരിശീലകരെ ഈ പ്രദേശങ്ങളിലേക്ക് അയക്കുന്നു, അവരുടെ സേവനം അവിടെ പ്രയോജനപ്പെടുത്തുന്നു. അതും നമുക്കൊരു വലിയ തലവേദനയാവുകയാണ്. അപ്പോൾ പ്രവർത്തന പിന്തുണ, ഗ്രൂപ്പുകൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കൽ, സാമ്പത്തിക സഹായം, അങ്ങനെ പല കാര്യങ്ങളും തുർക്കി വഴി പാകിസ്ഥാന് ഇത് കിട്ടുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ, തുർക്കി, ബംഗ്ലാദേശ്, നേപ്പാൾ ഇവരുൾപ്പെടുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ അലൈൻമെൻറ്റ് തയ്യാറാവുകയാണ്. അപ്പോൾ ഇന്ത്യ നേപ്പാൾ അതിർത്തിക്ക് അടുത്തുള്ള ചില പ്രദേശങ്ങളിൽ ചില രഹസ്യ നീക്കങ്ങൾ നടക്കുന്നു. അതിന് സാമ്പത്തിക സഹായം നൽകുന്നത് തുർക്കിയാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദക്ഷിണേഷ്യൻ സുരക്ഷാ അന്തരീക്ഷത്തെ ഇത് മൊത്തത്തിൽ അസ്ഥിരപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഇന്ത്യ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇതിനൊക്കെ പിന്തുണ നൽകുന്ന രീതിയിലാണ് തുർക്കി പ്രവർത്തിക്കുന്നത്. തുർക്കിയുടെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി ബെറിസ് എക്കിൻസി ഒക്ടോബറിൽ ധാക്ക സന്ദർശിച്ചു. അപ്പോൾ അവിടെ ഇരു സർക്കാരുകളും തമ്മിൽ വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പ്രതിരോധ സഹകരണം, കണക്ടിവിറ്റി, വിദ്യാഭ്യാസം, മാനുഷിക വിഷയങ്ങൾ എന്ന പേരിലൊക്കെ ചർച്ചകൾ നടന്നു. പക്ഷേ അതിൻ്റെ മറവിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നടന്നു എന്നാണ് മനസ്സിലാകുന്നത്. ബംഗ്ലാദേശിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് പ്രൊഫസർ മുഹമ്മദ് യൂനസിനെ മാത്രമല്ല ഈ മന്ത്രി കണ്ടത്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ സ്പെക്ട്രത്തിൽ ഉടനീളമുള്ള പല ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുകയാണ്. അതുകൂടാതെ ബംഗ്ലാദേശ് ഇപ്പോൾ ഇതിൻ്റെ ഡ്രോൺ ഫ്ലീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. ബൈറാക്താർ TB2 UAV ഫ്ലീറ്റുകളുടെ എണ്ണം വികസിപ്പിക്കുന്നു. അത് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള രീതികൾ അന്വേഷിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്.
ബൈരക്താർ TB2 എന്ന് പറയുന്നത് പ്രധാനമായും സായുധ സേന ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ്. ഇതോടൊപ്പം തന്നെ ഹിസാർ O+, അതുപോലെ സൈപ്പർ എന്നിവ ഉൾപ്പെടുന്ന ആധുനിക ചില സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒക്കെ ബംഗ്ലാദേശ് ഏറ്റെടുക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ഇതിനൊക്കെ പിന്തുണ എവിടെ നിന്നാണ് വരുന്നത് എന്ന കാര്യം വ്യക്തമാണ്, തുർക്കിയിൽ നിന്നാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ചില ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരാനുണ്ട്. പക്ഷേ ചർച്ചകൾ വളരെ കൃത്യമായി നടക്കുന്നു. ഔദ്യോഗിക കരാറിൽ എത്തിയിട്ടില്ലായിരിക്കാം, പക്ഷേ അത് എത്തും എന്ന സൂചനകളും ലഭിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രതിരോധ ഏജൻസികൾ ഈ സംവിധാനങ്ങൾ അവരുമായി കൈമാറാനൊക്കെയുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ അവിടെ നടത്തുകയും ചെയ്യും. തുർക്കിയുടെ പ്രതിരോധ വ്യവസായ ഏജൻസിയുടെ തലവൻ, ഹെഡ് ഓഫ് തുർക്കീസ് ഡിഫൻസ് ഇൻഡസ്ട്രി ഏജൻസി ഹാലുക് ഗോർഗൺ അടുത്തിടെ ബംഗ്ലാദേശിലെത്തി. അവിടെ പ്രതിരോധ സഹകരണത്തെക്കുറിച്ചും ഈ സാങ്കേതിക വിദ്യ കൈമാറ്റത്തെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ നടത്തി. ധാക്കയിലെ ജമാഅത്തി ഇസ്ലാമി ഓഫീസിൻ്റെ നവീകരണത്തിന് അവർ സാമ്പത്തിക സഹായം നൽകുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തുർക്കി ഇൻ്റലിജൻസ് ആണ് ഈ സാമ്പത്തിക സഹായം നൽകുന്നത്. ഇപ്പോൾ ഫണ്ടുകൾ നൽകുന്നു, ആയുധങ്ങൾ നൽകുന്നു, തീവ്രവാദ പ്രചരണത്തിനുള്ള സാഹചര്യങ്ങൾ നൽകുന്നു. ഇതൊക്കെ ബംഗ്ലാദേശിന് കൈമാറുന്നത് ഈ തുർക്കിയാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരും. അപ്പോൾ പാകിസ്ഥാൻ അതിൽ ഒരു ഇടനില വഹിക്കുന്നു. സാമ്പത്തിക സഹായം തുർക്കിയിൽ നിന്ന് ലഭിക്കുന്നു. പാകിസ്ഥാനാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, നടപ്പിലാക്കൽ പദ്ധതി ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയ ആശങ്കകൾക്ക് വഴിവെക്കുകയാണ്. അസിം മുനീർ ഇപ്പോൾ പാകിസ്ഥാനിൽ കൂടുതൽ കരുത്താർജിക്കുകയാണ്. പുതിയ നിയമങ്ങൾ വരുന്നു. അസിം മുനീറിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന പുതിയ നിയമങ്ങൾ വരുന്നു. നമുക്കറിയാം, മറ്റ് രാജ്യങ്ങളിലെ പോലെ ഒരു സാഹചര്യമല്ല പാകിസ്ഥാനിൽ ഉള്ളത്. മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ഒരു സൈന്യമുണ്ട്. പാകിസ്ഥാന് നേരെ തിരിച്ചാണ്. സൈന്യത്തിന് ഒരു രാജ്യമുണ്ട് എന്ന തരത്തിലാണ് അവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളെക്കാളും ജനങ്ങൾ തിരഞ്ഞെടുത്ത നേതാക്കളെക്കാളും ഒക്കെ അധികാരം ഈ പട്ടാള മേധാവികൾക്കും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് പട്ടാളം അവിടെ സ്വീകരിക്കുന്നത്. പട്ടാളവും അതിനു വേണ്ട പിന്തുണ നൽകുന്നു. അങ്ങനെ ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഇതുപോലെ തീവ്രവാദ ക്യാമ്പുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അവർ മാറുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിനെ മറികടക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യ അന്ന് നടത്തിയ ആ നീക്കത്തെ മറികടക്കാൻ ഇങ്ങനെയുള്ള ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. അത് ഇന്ത്യയും ബംഗ്ലാദേശും അല്ലെങ്കിൽ ഇന്ത്യയും നേപ്പാളുമായുള്ള ബന്ധത്തെയൊക്കെ തകർക്കും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഏതായാലും ഇത് അതിജീവിക്കാനുള്ള വലിയ പദ്ധതികൾ നമ്മുടെ രാജ്യം നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ തീവ്രവാദ അനുകൂല സംവിധാനങ്ങൾ രാജ്യത്തുള്ളവരെയെല്ലാം കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നു. അവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുന്നു, പല സ്വത്തുവകകളും കണ്ടുകെട്ടുന്നു. അങ്ങനെ ഇവിടെ അതിന് ഒരിക്കലും ഒരു പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതെന്നത് തരത്തിലാണ് കേന്ദ്ര ഏജൻസികൾ നീങ്ങുന്നത്. പക്ഷേ ഈ സമീപ രാജ്യങ്ങളെ ഇങ്ങനെ പ്രയോജനപ്പെടുത്തുമ്പോൾ അതിനെ ഒരു ആഗോളതലത്തിൽ തന്നെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് എതിർക്കുക എന്ന ഇന്ത്യൻ രീതി കൂടുതൽ കരുത്താർജിക്കേണ്ടതുണ്ട്.